ഇംഗ്ലീഷ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ആണിത്. ആദ്യമായി പ്ലേസസ് ആൻഡ് ജിയോഗ്രഫിക്കൽ നെയിംസ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേരോ സിറ്റിയുടെ പേരോ അല്ലെങ്കിൽ റിവേഴ്സ്, മൗണ്ടൻസ്, ഓഷ്യൻസ് അതിന്റെയൊക്കെ പേരുകളോ എഴുതുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഒരു രാജ്യത്തിന്റെ പേരാണല്ലേ, അതിന്റെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള ഐ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അടുത്ത സെന്റൻസിൽ കേരള ഒരു സ്ഥലത്തിന്റെ പേരാണ്, കെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. റിവർ ഗംഗ, ഗംഗ ഒരു നദിയുടെ പേരാണ്, അത് എഴുതുന്ന സമയത്തും ജി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മൗണ്ട് എവറസ്റ്റ്, എവറസ്റ്റ് എന്നുള്ളത് ആ മൗണ്ടൈന്റെ പേരാണ്, ഈ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ദ ഇന്ത്യൻ ഓഷൻ ഇസ് വെരി ലാർജ്, ഇന്ത്യൻ ഓഷൻ ഐ ആൻഡ് ഒ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അടുത്തതായി ഡേയ്സ് ആൻഡ് മന്ത്സ്. ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ പേരെഴുതുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മൺഡേ, ഫ്രൈഡേ, ജാനുവരി, ഏപ്രിൽ ഇതിന്റെയൊക്കെ ആദ്യത്തെ അക്ഷരം നിർബന്ധമായും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി ഫെസ്റ്റിവൽസ് ആൻഡ് ഹോളിഡേയ്സ്. ഏതെങ്കിലും ഫെസ്റ്റിവൽസിന്റെയോ അതുപോലെ പബ്ലിക് ആയിട്ടുള്ള ഹോളിഡേയ്സിന്റെയോ ഒക്കെ പേര് എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദിവാലി, ഓണം, ക്രിസ്മസ്, ഈദ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പേരെഴുതുന്ന സമയത്ത് അത് സെന്റൻസിന്റെ തുടക്കത്തിലായാലും മിഡിലായാലും എൻഡിലായാലും അതിന്റെ ആദ്യത്തെ അക്ഷരം നിർബന്ധമായും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് വേണം എഴുതാൻ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.